പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ എന്നോട് മാഷ് വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിച്ചിട്ട് മാഷ് പറഞ്ഞു നമുക്ക് റഹ്മാൻ്റെ വീട്ടിൽ പോകണമെന്നു. അങ്ങനെ ഞങ്ങൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സലാമിൻ്റെ കാറിൽ റഹ്മാൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം വലിയ സന്തോഷമായിരുന്നു. ഇപ്പോഴും ഭയങ്കര. അതേ യാത്രയിൽ KT മുഹമ്മദിനെ കണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. KT മുഹമ്മദിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ മാഷ് പറഞ്ഞു. അപ്പോൾ KT മുഹമ്മദ് ഭയങ്കര എമോഷണലായി. ഇവർ കടൽപ്പാലം സിനിമയിലൊക്കെ ഒരുമിച്ചിട്ടുള്ള ആൾക്കാരാണ്. മാഷിങ്ങർ ബാബുരായൻ്റെ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു KT മുഹമ്മദ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മാഷ്ക്കൊരാഗ്രഹം, ഈ ബാബുരാജ് ഇരുന്ന് പാടിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം, അങ്ങനെ കാണണം. അപ്പോൾ ഞാൻ സലാം എന്നുണ്ട്, ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഒരു പ്രദീപം വേണുവട്ടുണ്ട്, ഒരു പഴയ പാട്ടൊക്കെ എഴുതുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചു ഇങ്ങനെ മാഷ് ഇങ്ങനെ ബാബുരാജായിട്ട്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, വലിയ അടുപ്പമൊന്നുമില്ല, പക്ഷേ നല്ല പാട്ടൊക്കെ ചെയ്ത ആളല്ലേ, താമസമെന്തേ വരുവാനൊക്കെ എന്നൊക്കെ. എന്നിട്ട് ഞങ്ങൾ കാറിൽ മാഷയും കൊണ്ട് ഇങ്ങനെ പോയി. പലരും പറയാറുണ്ട് ഇങ്ങനെ ബാബുരാജ കോർണേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പാടിയിരുന്നൊരു കഥയൊക്കെ പറയാറുണ്ട്, കേട്ടിയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോയി മാഷ് വളരെ വികാരാധീനമായി നോക്കി നിന്നൊക്കെ എനിക്ക് ഓർമ്മ.